ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ലഞ്ചിനുണ്ടാക്കുന്ന കറി പരിപ്പും ഈ വഴുതനയും ഒരു ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് തോരപ്പരിപ്പ് ഉപയോഗിക്കുന്നതൊക്കെ അത് ഉപയോഗിക്കുക. ഞാൻ ചെറിയ ചുവന്ന പരിപ്പ് ഉപയോഗിക്കൽ. അപ്പോൾ അതെടുത്ത് ഇനി ഈ വെജിറ്റബിൾ വഴുതനയും തക്കാളിയും ഒരു പച്ചമുളകും അതിൽ കട്ട് ചെയ്തിടാം. ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇടുന്നുണ്ട്, ചെറിയൊരു ഉരുളക്കിഴങ്ങ്. പരിപ്പിൽ തക്കാളിയും വഴുതനയും പച്ചമുളകും ഉരുളക്കിഴങ്ങും അരിഞ്ഞിട്ട് ഈ ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചിടുന്നുണ്ട്. ഈ പരിപ്പ് ഉരുളക്കിഴങ്ങെല്ലാം ആയതുകൊണ്ട് തന്നെ വയറിന് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ നല്ലതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഈ ചെറിയ സ്പൂണിന് മുളക് പൊടി ഇടാം. ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് ഉരുളക്കിഴങ്ങും നല്ല വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കാം. തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. ഇതൊന്ന് വേവിട്ട് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തേങ്ങ അരച്ച് ഒഴിക്കാം. പരിപ്പും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വഴുതനയെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി തേങ്ങ ഒഴിക്കാം. പരിപ്പും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വഴുതനയെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി തേങ്ങ ഒഴിക്കാം. അതിൻ്റെ സൈഡിൽ ഞാൻ വറവാക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസും. ക്യാരറ്റും ബീൻസും എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ വറുക്കലുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ഈ കറിക്കുള്ള തേങ്ങ അരക്കട്ടെ. തേങ്ങ അരക്കുമ്പോൾ ഈ കറിക്ക് കുറച്ച് ഒരു പൊടിക്ക് ജീരകം ഇട്ടാലും നല്ല ഉണ്ടാവും. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ഇടുന്നില്ല. ചെറിയ ജീരകം. കുറേ ആൾക്കാർക്കെല്ലാം അങ്ങനെ ജീരകം ഇട്ടാലും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതൊന്ന് പ്ലെയിനായിട്ട് തേങ്ങ ഒന്ന് അരച്ചത് കിട്ടും. തേങ്ങ അരച്ചത് ഒഴിച്ച് കുറച്ച് മിക്സിയിൽ വെള്ളമാക്കിയിട്ട് അതും കൂടി ഒഴിക്കാം. നല്ല ടേസ്റ്റ് കറിയാണ് ചോറിന്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പൊരിച്ചതെല്ലാം എന്തെങ്കിലും ഫ്രൈ ഉണ്ടെങ്കിൽ അടിപൊളിയായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി കറിയിൽ കടുക് കാച്ചി വയ്ക്കുക. അതിനൊരു പാത്രം വെച്ച് കുറച്ച് ഓയിൽ വയ്ക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കറി റെഡി.